ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോട് ആ ആള് ചോദിക്കുന്നു, എവിടെയാണ് അമീറിന്റെ വീട്, അമീറിന്റെ കൊട്ടാരം എവിടെയാണ്? ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ തങ്ങളെ കാണിച്ചിട്ട്, അമീറുൽ മുഅ്മിനീനെ കാണിച്ചിട്ട്, ആ മരത്തണലാണ് അദ്ദേഹത്തിന്റെ കൊട്ടാരം. ആ വിരിച്ചു കിടക്കുന്ന കീറക്കുപ്പായം ധരിച്ച് ക്ഷീണിച്ചുറങ്ങുന്നവരാണ് അങ്ങ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അലി ബിൻ അബീ ത്വാലിബ് തങ്ങളോട് ഈ ഭ്രാന്തനെയാണോ അമീറാണ് എന്ന് പറഞ്ഞത്? ഉടനെ തന്നെ അരയിലുള്ള വാളെടുത്ത് ഞങ്ങളുടെ അമീറിനെ ഭ്രാന്തനെന്ന് നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ ഉടലിൽ ശിരസ് വെച്ചേക്കില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു എന്താണ് അവസ്ഥ. ആ മണലിന്റെ മുകളിൽ വിരിച്ചുകൊണ്ട് വളരെ വിഷമത്തോടുകൂടെ, കൊട്ടാരമില്ല, വീടില്ല, നല്ല നിലക്ക് വസ്ത്രമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, ആ നാട് മുഴുവനും ഭരിക്കുന്ന ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, അവിടുത്തെ ജീവിതമാണ് ഉമ്മമാരെ, അവിടുത്തെ ജീവിതമാണ് കൂട്ടുകാരെ. നമുക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? അവർക്കല്ലേ സ്വർഗമുള്ളത്, അവർക്കല്ലേ സ്ഥാനമുള്ളത്, അവർക്കല്ലേ റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ളത്. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സുകളെ നന്നാക്കുമാറാവട്ടെ. ആ ഭരണാധികാരി മദീനയുടെ തെരുവോരങ്ങളിലൂടെ അവിടുന്ന് ഓരോ കച്ചവടക്കാരനും താക്കീത് നൽകിക്കൊണ്ട്, ബഹുമാനപ്പെട്ടവർ ആരൊക്കെയാണ് പൂഴ്ത്തിവെപ്പ് നടത്തുന്നത്, ആരൊക്കെയാണ് കൃത്രിമം നടത്തുന്നത് എന്ന നിലയ്ക്ക് ഇങ്ങനെ അന്വേഷിച്ച് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ താക്കീത് കൊടുത്ത് തന്റെ ഭരണത്തിന്റെ കീഴിൽ അട്ടിമറി നടന്നാൽ റബ്ബിന്റെ മുമ്പിൽ പാവപ്പെട്ട ഞാൻ ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്ന് ചിന്തിച്ച് ബഹുമാനപ്പെട്ടവർ ഓരോ ആളുകൾക്കും പറഞ്ഞു കൊടുക്കുമ്പോ, ബഹുമാനപ്പെട്ട മങ്കൂസ് മൗലിദിൽ പരാമർശിക്കപ്പെടുന്ന ഇമാം ബുഖാരി തങ്ങൾ പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരിങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് പ്രിയപ്പെട്ടവരെ സലാം പറയുന്നു, പുഞ്ചിരിക്കുന്നു. ഉടനെ കൈമുസാഫഹത്ത് ചെയ്ത് കഅബുൽ അഹ്ബാർ കരയുക തന്നെ, പൊട്ടിക്കരയുകയാ. അമീർ ചോദിച്ചു, നിങ്ങൾ മറ്റൊരു നാട്ടുകാരനാണ്, എന്താണ് നിങ്ങൾക്കുള്ള വിഷമം? ഈ നാട്ടുകാർ നിങ്ങളെ പരിഹസിച്ചോ, നിങ്ങളെ കൂക്കി വിളിച്ചോ, നിങ്ങളെ ആക്രമിച്ചോ, നിങ്ങളെ കൊള്ള നടത്തിയോ, നിങ്ങളെ മുറിവേൽപ്പിച്ചോ, നിങ്ങളെ വേദനിപ്പിച്ചോ, എന്താണ് അങ്ങേക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട കഅബ് തങ്ങളെ മറുപടി, അമീറുൽ മുഅ്മിനീൻ, ഞാൻ എന്റെ പ്രശ്നം ആലോചിച്ചിട്ടല്ല വിഷമിക്കുന്നത്, പക്ഷേ അങ്ങയുടെ കാര്യം ആലോചിച്ചിട്ടാണ്. എന്തേ കഅബേ സംഭവിച്ചത്? എന്താണ് എന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കുന്നത്? ഉടനെ തന്നെ അവിടുന്ന് പറഞ്ഞ മറുപടി, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി 3 ദിവസം മാത്രമാണുള്ളത്. അമീർ ചോദിച്ചു, എങ്ങനെ മനസ്സിലാക്കി? ഒന്നുമല്ല, ഞാൻ വേദഗ്രന്ഥങ്ങൾ പലതിലും അങ്ങയുടെ വിശേഷണം കണ്ടിട്ടുണ്ട്, അതിൽ നിന്ന് മനസ്സിലാക്കിയതാണെന്ന് പറയുന്നു. അങ്ങനെ തിരിച്ചു പോരുന്ന കാര്യമാക്കിയില്ല. 3-ാമത്തെ ദിവസം സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് വളരെയധികം വിഷമത്തോടുകൂടെ സഹാബത്തെ കിറാം പിന്നിൽ നിൽക്കുമ്പോ ഒരു മജൂസിയായ മറ്റൊരാദർശത്തിൽ വിശ്വസിക്കുന്നവൻ വന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ അടിപ്പള്ളക്ക് കുത്തി 17ഓളം സഹാബത്തിനെ കുത്തിമലർത്തി. അതിനുശേഷം ആത്മഹത്യ ചെയ്തു. അങ്ങനെ താഴെ വീണ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബോധം പോയി, വീട്ടിലേക്ക് കൊണ്ടുപോയി. അല്പസമയത്തിന് ശേഷം ബോധം തെളിയുന്നു, വേദനിക്കുന്നുണ്ട്. ഡോക്ടർമാർ വന്ന് മുഴുവൻ ട്രീറ്റ്മെന്റുകളും പരീക്ഷിക്കുന്നുണ്ട്, ഒന്നും എഫക്റ്റീവ് ആകും